ഇന്നത്തെ നമ്മുടെ വീഡിയോ സംസ്ഥാന സേനകളിലേക്കുള്ള അതായത് പോലീസ് CPO, WCPO, ഫയർ വുമൺ, ഫയർമാൻ, എക്സൈസ് ആൻഡ് SI ഇങ്ങനെയൊക്കെയുള്ള സംസ്ഥാന സേനകളിൽ പരീക്ഷ എഴുതിയിട്ട് വെയിറ്റ് ചെയ്യുന്ന മെറിറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഒരുപാട് കോളുകൾ വരുന്നുണ്ട്. എല്ലാവരും വളരെയേറെ ടെൻഷനിലാണ്. ഞങ്ങൾ ഫിസിക്കലിന് പോയി തുടങ്ങണോ വേണ്ടയോ, ഇനി എന്താണ് ചെയ്യേണ്ടത്, എപ്പോൾ നമ്മൾ ഫിസിക്കൽ തുടങ്ങണം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഈ വീഡിയോ അതിന് വേണ്ടിയിട്ടാണ്. എപ്പോൾ നിങ്ങൾ ഫിസിക്കൽ ചെയ്തു തുടങ്ങണം എന്നുള്ളതിനെ പറ്റിയാണ്. എത്ര മാർക്ക് വരെയുള്ളവർ ഫിസിക്കൽ ചെയ്തു തുടങ്ങണം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇതിനെല്ലാം ഉള്ള ഒരു മറുപടിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഓക്കെ, ക്യാറ്റ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സജി. അപ്പോൾ നമ്മുടെ സംസ്ഥാന സേനകളിലേക്കുള്ള കുട്ടികൾ തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇപ്പോൾ CPO, SI, പ്രിലിംസ് ഇതിൻ്റെയൊക്കെ എക്സാം കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒരുപാട് കുട്ടികൾ കോൾ ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് സാർ ഇനി എത്ര മാർക്ക് വരുമെന്നുള്ളത്. കഴിഞ്ഞ പ്രാവശ്യത്തെ മാർക്ക് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല മാർക്കുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ മേഖലയിൽ വിദഗ്ധരായിട്ടുള്ള പലരുടെയും അഭിപ്രായം, അതായത് ഞാൻ ഫിസിക്കലായിട്ടാണ് കൂടുതൽ കൈകാര്യം ചെയ്യുന്നത്, അവരുടെ അത്ര ഒരു കട്ട് ഓഫ് വരില്ല എന്നുള്ളൊരു രീതിയിലാണ് പൊതുവിലുള്ള ഒരു സംസാരം. ഓക്കെ, അപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് അതിൽ കുറവാണോ മാർക്ക് എന്ന് വെക്കുക. സപ്പോസ് നിങ്ങൾക്ക് അതിൽ കുറവാണ്, അല്ലെങ്കിൽ ഒരു 50-55 ഒരു ആവറേജ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ഫിസിക്കൽ ചെയ്ത് തുടങ്ങുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാര്യം ഇപ്പോൾ ഫിസിക്കലിൻ്റെ ഡേറ്റുകൾ വളരെ പെട്ടെന്ന് തന്നെ വരാനുള്ള സാധ്യതകളുണ്ട്. തള്ളിക്കളയാൻ നമുക്ക് പറ്റില്ല. കഴിഞ്ഞ SIയുടെ മുതൽ ഇങ്ങോട്ടുള്ള പല ടെസ്റ്റുകളുടെയും നമ്മളുടെ ആ ഒരു നടത്തിയ രീതി വെച്ച് നോക്കുവാണെങ്കിൽ ഒരു 1 മന്ത് മാക്സിമം അല്ലെങ്കിൽ ഒരു 2 മന്തിനുള്ളിൽ ടെസ്റ്റ് നടക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. സോ നിങ്ങൾ ഏതെങ്കിലും ഒരു അക്കാഡമിയിൽ ജോയിൻ ചെയ്യേണ്ട എന്നുള്ളതാണ് അടുത്ത ഒരു ഡൗട്ട്. അങ്ങനെ ഞാൻ അതിനകത്തൊരു നിർബന്ധം പിടിക്കില്ല. ഓക്കെ, നിങ്ങൾക്ക് ഫിസിക്കലായിട്ട് പേഴ്സണലായിട്ട് ചെയ്ത് നിൽക്കാൻ ശേഷിയുള്ള കുട്ടികളാണെങ്കിൽ അല്ലെങ്കിൽ കഴിവുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സെൽഫ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക ഇപ്പോൾ തന്നെ. എന്നതിന് ശേഷം അപ്പോൾ അങ്ങനെ ശേഷി ഇല്ലെങ്കിൽ തന്നെയും നിങ്ങൾ ചെറിയ രീതിയിൽ വ്യായാമം ചെയ്തു തുടങ്ങുക. അപ്പോൾ ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇത് എങ്ങനെ ചെയ്തു തുടങ്ങണം എന്നുള്ളതാണ്. അപ്പം ഈ പരീക്ഷ എഴുതിയിട്ടുള്ള ഒരു ആവറേജ് എബോവ് മാർക്ക് ഉള്ള കുട്ടികൾ എല്ലാവരും തന്നെ ഫിസിക്കൽ ചെയ്തു തുടങ്ങണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വേറെ കാരണം കൊണ്ടല്ല, കാരണം ഒറ്റ കാരണമേ ഉള്ളൂ, ഷോർട്ട് പീരീഡിൽ നിങ്ങൾക്ക് ഫിസിക്കൽ നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ ചെയ്തു തുടങ്ങണം എന്നാണ് ഇനി ഞാൻ അടുത്തതായിട്ട് പറയാം. അപ്പോൾ ഇത്തരത്തില് നമ്മുടെ ടെസ്റ്റ് കഴിഞ്ഞിരിക്കുന്ന കുട്ടികൾ നിങ്ങൾ ദിവസം റെഗുലറായിട്ട് എണീക്കുക. റെഗുലറായിട്ട് എല്ലാ ദിവസവും നിങ്ങൾക്ക് ആദ്യം മുതൽ ചെയ്തു തുടങ്ങേണ്ട കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഈ വീഡിയോ എത്ര ലെങ്തി ആകുമോ എന്ന് എനിക്കറിയില്ല. ബട്ട് നിങ്ങൾ ഇത് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 2 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് നല്ലൊരു ശാരീരിക കപ്പാസിറ്റി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ജസ്റ്റ് നിങ്ങൾ ഉണരുന്ന മുതലുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തുടങ്ങുന്നത്. അപ്പോൾ രാവിലെ ഉണർന്ന് നിങ്ങൾ എണ്ണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1.5 ഗ്ലാസ് അല്ലെങ്കിൽ 2 ഗ്ലാസ് വെള്ളം രാവിലെ തന്നെ കുടിക്കുക. 2 ഗ്ലാസ് വെള്ളം കുടിച്ചതിന് ശേഷം നിങ്ങൾ തയ്യാറാവുക. ശ്രദ്ധിക്കുക, നമ്മൾ കോമൺലി ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് രാവിലെ എണ്ണിച്ചു മുഖം കഴുകി നേരെ ബാത്റൂമിലൊന്നും പോകാതെ ഓടാൻ പോകുന്ന ഒരു പ്രവണതയുണ്ട്. സോ അത് മാറ്റിയെടുക്കുക. നിങ്ങളുടെ ബോഡിയെ ഒരു ഓർഡറിലേക്ക് കൊണ്ടുവരിക. റെഗുലറായിട്ട് നിങ്ങൾ ബാത്റൂമിൽ പോവുക. അതായത് ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് പറയാം, കക്കൂസിൽ പോയി ശീലിക്കുക റെഗുലർ. നിങ്ങളുടെ റിസൾട്ടിനെ 30% ഇത് ബാധിക്കും. അതായത് നിങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടായിരിക്കും. ടെൻഷനിൽ കാരണം നിങ്ങളുടെ ആ റിസൾട്ടിന് അത് ഒരു ചാഞ്ചാട്ടം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ ആദ്യം മുതൽ തന്നെ ഈ ഒരു രീതി നിങ്ങൾ ഫോളോ ചെയ്യുക. റെഗുലറായിട്ട് ഒരു 2 ഗ്ലാസ് വെള്ളം കുടിക്കുക, കക്കൂസിൽ പോയി ശീലിക്കുക, തയ്യാറാവുക. അതിനുശേഷം വർക്കൗട്ട് കണ്ടീഷനിലോട്ട് കടക്കുക. ഓക്കെ, ഇനി ഉള്ളത് അതായത് ഒരു 50-60 കിലോ വരെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് റുട്ടീൻ സാധാരണഗതിയിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തുടങ്ങുക. എല്ലാ രീതിയിലുള്ള ഫിസിക്കൽ എക്സർസൈസുകളും നിങ്ങൾ ചെയ്തു തുടങ്ങുക. സോ നിങ്ങൾ കുറച്ചും കൂടി വെയിറ്റ് കൂടുതലുള്ളവരാണെങ്കിൽ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഫുഡ് പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ഒരിക്കലും ഫുഡ് ഒറ്റയടിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കരുത്. പെട്ടെന്ന് ഡയറ്റിങ് എടുക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ ഫസ്റ്റ് 15 ഡേയ്സ് നിങ്ങൾ റെഗുലറായിട്ട് കുറച്ച് ഓടുക, കുറച്ച് നടക്കുക, അങ്ങനെയുള്ള രീതിയിൽ ചെയ്യുക. കാര്യം വെയിറ്റ് കൂടുതലുള്ളവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഈ കാര്യം ഞാൻ പറയുന്നത്. വെയിറ്റ് കൂടുതലുള്ളത് ഒരു 50 മീറ്റർ അല്ലെങ്കിൽ നിങ്ങൾ ഒരു 2 കിലോമീറ്റർ ഡിസ്റ്റൻസ് എടുത്തിട്ട് അത് കുറച്ച് നടക്കുക, കുറച്ച് ഓടുക, കുറച്ച് നടക്കുക, കുറച്ച് ഓടുക. ഇതൊരു 10 to 15 ഡേയ്സ് നിങ്ങൾ ഈ ഒരു റൂട്ടീനിലേക്ക് കൊണ്ടുവരിക. അറിയാവുന്ന രീതിയിലുള്ള വ്യായാമങ്ങൾ, കൈ റൊട്ടേറ്റ് ചെയ്യുന്നതും ഈ വീഡിയോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് വർക്കൗട്ടുകൾ ചെയ്യുന്നുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള നിങ്ങളുടെ ജോയിൻസിനെല്ലാം വ്യായാമം കിട്ടത്തക്ക രീതിയിൽ ചെയ്യുക. ഇല്ല, നിങ്ങൾ റെഗുലർ ഒരു 2 കിലോമീറ്റർ ഒറ്റയടിക്ക് ഓടാൻ തുടങ്ങി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഷിൻ പെയിൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ അങ്ങനൊരു കണ്ടീഷൻ ഉണ്ടാക്കാതിരിക്കുക. ഓക്കെ, അങ്ങനൊരു കണ്ടീഷൻ ഉണ്ടാകാതിരിക്കുക. ഒരു 15 ഡേയ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ ഓടിയ ഡിസ്റ്റൻസിനെ ഒറ്റ സ്ട്രെച്ചിൽ അല്ലെങ്കിൽ ഒരു
10 ദിവസം കഴിയുമ്പോൾ 1 കിലോമീറ്റർ ഓടി, ഒരു 1/2 കിലോമീറ്റർ നടന്ന്, വീണ്ടും 1 കിലോമീറ്റർ ഓടി, ഒരു 1/2 കിലോമീറ്റർ നടന്ന്, ഈ ഒരു രീതിയിൽ 2 ഷെഡ്യൂൾഡായിട്ട് ഒരു 2-2.5 കിലോമീറ്റർ വരെ പ്രാക്ടീസ് ചെയ്യുക. ശ്രദ്ധിക്കുക, നിങ്ങളൊരു 15 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 20 ദിവസം പ്രാക്ടീസിന് ശേഷം മാത്രമേ നിങ്ങൾ ലോങ് ട്രിപ്പിലേക്ക് കൈവെക്കാവൂ. അത് ബോയ്സ് ആയാലും ശരി, ഗേൾസ് ആയാലും ശരി, ഇങ്ങനെ ചെയ്യാവുള്ളൂ. പിന്നെ നിങ്ങൾ കുറച്ചും കൂടെ ഹാർഡായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ രാവിലെ ഒരു 20 to 30 മിനിറ്റ്സ് അല്ലെങ്കിൽ 40 മിനിറ്റ്സ് ചെയ്തതിന് ശേഷം വൈകിട്ട് നിങ്ങൾക്ക് ഒരു 40 മിനിറ്റ്സ് നടക്കുകയോ വ്യായാമങ്ങൾ ചെയ്യുകയോ പുഷപ്സ് അടിക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള, മുമ്പ് ഞാൻ പറഞ്ഞ പോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള വർക്കൗട്ടുകൾ ചെയ്യും. ഇനി അടുത്തതെന്ന് വെച്ചാൽ പല കുട്ടികളുടെ ഒരു ടെൻഷൻ എന്ന് പറയുന്നത് മെറിറ്റിനെ പറ്റിയാണ്. എനിക്ക് എത്ര മാർക്ക് കിട്ടും, എത്ര മാർക്ക് ആയിക്കോട്ടെ, അത് നിങ്ങളെ ഒരു ബാധകമല്ല. പക്ഷെ കാര്യം എന്ന് വെച്ചാൽ ശാരീരികപരമായി ഇന്നും ശാരീരികപരമായും അക്കാഡമിക്കൽ പരമായും ഫിറ്റ് ആയിട്ടുള്ള കുട്ടികളെ എടുക്കാൻ സാധ്യതയുള്ളൂ. കാര്യം ഈ ഇപ്പോൾ CPO തന്നെ എഴുതിയ അല്ലെങ്കിൽ WCPO എഴുതിയ കുട്ടികൾ തീർച്ചയായിട്ടും മറ്റുള്ള ലിസ്റ്റുകൾ ഉണ്ടായിരിക്കും. മനസ്സിലായി? അപ്പോൾ നിങ്ങൾ റെഗുലറായിട്ട് നിങ്ങൾ ഈ പഠിത്തത്തിനോടൊപ്പം തന്നെയും ഫിസിക്കൽ ആക്ടിവിറ്റീസ് കൊണ്ടുപോയെങ്കിൽ മാത്രമേ പെട്ടെന്നുള്ള ടെസ്റ്റുകൾ വന്നാൽ നിങ്ങൾക്ക് പാസ്സാകാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഒരു ആവറേജ് അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു 40-45 മാർക്ക് മുതൽ മുകളിലോട്ട് ഒരു 60 മാർക്ക്, 65 അല്ലെങ്കിൽ വാട്ടവർ എത്ര ഉണ്ടോ അത്രയും മാർക്കുള്ളവരെല്ലാം നിങ്ങൾ പ്രാക്ടീസ് സെക്ഷൻ തുടങ്ങുക. നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല, കിട്ടിയാൽ ഒരു ജോലിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ തരത്തിൽ നിങ്ങളൊരു നെഗറ്റീവ് ആംബിയറിലേക്ക് പോകരുത്, പോസിറ്റീവായിട്ട് തന്നെ നിൽക്കുക, ചെയ്തു തുടങ്ങുക. നല്ലൊരു വ്യായാമം ചെയ്യും, നിങ്ങൾ തീർച്ചയായിട്ടും ഊർജ്ജസ്വലരായിരിക്കും. അപ്പോൾ പിന്നെ വരുന്ന ടെസ്റ്റുകൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് കിട്ടുകയാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ ഡയറ്റ് എങ്ങനെ കൺട്രോൾ ചെയ്യണം. ഡയറ്റ് പ്ലാനിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ എല്ലാവരും പെട്ടെന്ന് കയറി, നമ്മൾ നാളെ വ്യായാമം ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് കയറി എന്താ ചെയ്യുന്നത്, നമ്മൾ ഡയറ്റിനെ കൺട്രോൾ ചെയ്യും, ഡയറ്റിങ് ചെയ്യും, ഫുഡ് കഴിക്കാതിരിക്കുക, പെട്ടെന്ന് അങ്ങനൊന്നും ചെയ്യരുത്. നിങ്ങൾ കഴിക്കുന്ന ആഹാരം ആസിറ്റീസ് നോക്കുക, പക്ഷേ മെഷർ ചെയ്യുക. ഒരു ആദ്യത്തെ 10 ദിവസം നിങ്ങൾ വർക്കൗട്ടിനോടൊപ്പം തന്നെ നിങ്ങൾ എന്തൊക്കെ ഫുഡ്, എത്രയൊക്കെ വയറ് നിറച്ച് കഴിക്കുന്നത്, എത്ര ക്വാണ്ടിറ്റിയിൽ കഴിക്കുന്നു നോക്കുക. ഒരു ഉദാഹരണത്തിന് നിങ്ങൾ രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ഒരു 5 ചായ കുടിക്കുന്നു അല്ലെങ്കിൽ 2 ചായ കുടിക്കുന്നു, വാട്ടവർ. അത് കഴിഞ്ഞ് നമ്മൾ വെളിയിലോട്ട് പോകുന്നു, ഒരു 2 നാരങ്ങ വെള്ളം കുടിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാവും. ഇതിനെല്ലാം ഒന്ന് മോണിറ്റർ ചെയ്യുക. ആദ്യത്തെ ഒരു 10 ദിവസം ഈ കാര്യങ്ങളെല്ലാം മോണിറ്റർ ചെയ്യുക. ഓക്കെ, അല്പം തടി കൂടുതലുള്ളവരാണ്, അതായത് ഒരു 60 കിലോയ്ക്ക് മുകളിലോട്ടുള്ളവരാണെങ്കിൽ ചെയ്യേണ്ട ഒരൊറ്റ കാര്യത്തിൽ മാത്രം കൊണ്ടുപോകുക, പഞ്ചസാരയുടെ ഉപയോഗം, ബേക്കറി ഐറ്റത്തിന്റെ ഉപയോഗം ഒന്ന് കൺട്രോൾ ചെയ്യുക. അത് മാത്രം കൺട്രോൾ ചെയ്യുക. ബാക്കി ഡയറ്റ് ആസിറ്റീസ് എടുക്കുക. ആദ്യത്തെ 10 ദിവസം അല്ലെങ്കിൽ 10 ദിവസം, അതിനുശേഷം മാത്രം 10 ദിവസം കൊണ്ട് നിങ്ങൾ കഴിച്ച ആഹാരത്തിന്റെ ക്വാണ്ടിറ്റി നിങ്ങളൊന്ന് മെഷർ ചെയ്ത്, അതായത് രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട് കഴിച്ച് മനസ്സിലാക്കിയതിന് ശേഷം പിന്നീടുള്ള ഒരു 15-10 ദിവസം കഴിഞ്ഞതിന് ശേഷം ഒരു 10 to 20 ഡേയ്സിൽ നിങ്ങൾ കഴിച്ച ആഹാരത്തിൽ ഒരു 1.5-2% കുറച്ച് കുറയ്ക്കുക. അതായത് ഒരു 5 ദോശ കഴിച്ചുകൊണ്ടിരുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ 4 ദോശ കഴിച്ചുകൊണ്ടിരുന്ന ആളാണെങ്കിൽ ഒരു ദിവസം. അതേപോലെ തന്നെ ഉച്ചയ്ക്ക് ചോറിന്റെ അളവ്, ക്വാണ്ടിറ്റി അത്രയും കുറയ്ക്കുക. വൈകിട്ടത്തെ അത്താഴത്തിന്റെ ആഹാരം കുറയ്ക്കുക. ഒപ്പം തന്നെ ഈ ഭാഗത്തേക്ക് നിങ്ങൾ കുറച്ച് സലാഡുകൾ ആഡ് ചെയ്യുക. കാർബോഹൈഡ്രേറ്റ്സ് കറങ്ങിയ ഭക്ഷണം കുറച്ച്, മധുരം കുറച്ചിട്ട് കുറച്ച് സലാഡുകളും ഫ്രൂട്ട്സുകളും ഒക്കെ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. വളരെ നല്ലതായിട്ടുള്ള ഒരു ഫുഡാണ്. നമുക്ക് പയറ്, പച്ചക്കപ്പലണ്ടി ഇതെല്ലാം കൂടി മുളപ്പിച്ചിട്ട് കുറച്ച് സലാഡ്, അതായത് ക്യാരറ്റ്, ഉള്ളി, കുറച്ച് ഇഞ്ചി, ഇങ്ങനെയൊക്കെ കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഇട്ടിട്ട് ബ്രേക്ക്ഫാസ്റ്റിൽ വേണമെങ്കിൽ അത് ആഡ് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അതുപോലെ തന്നെ വൈകിട്ട് ദിവസം ചായയുടെ കൂടെ കടി കഴിച്ചുകൊണ്ടിരുന്നവരാണെങ്കിൽ കുറച്ച് അവൽ നനച്ച്, കുറച്ച് ഇത്രയാകെ പോരും, കുറച്ച് അവൽ നനച്ച് ജസ്റ്റ് നമ്മുടെ ഒരു ടേസ്റ്റിന് അല്ലെങ്കിൽ നമ്മുടെ ആ ഹാബിറ്റിനെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം കഴിക്കും. വൈകുന്നേരത്തും വെജിറ്റബിൾ സലാഡുകൾ നിങ്ങൾ ഭക്ഷണത്തിൽ അതായത് 4-5 ചപ്പാത്തിയോ അല്ലെങ്കിൽ ചോറോ കഴിച്ചുകൊണ്ടിരുന്നതാണെങ്കിൽ കുറച്ച് വെജിറ്റബിൾ സലാഡ്, കുറച്ച് നാരങ്ങയൊക്കെ പിഴിഞ്ഞ് കഴിച്ചതിന് ശേഷം അതിനോട് കുറച്ച് ചോറുണ്ടാ, നിങ്ങളുടെ വയർ ഫില്ലാവും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ റെഗുലർ കുടിച്ചുകൊണ്ടിരുന്നതിനെക്കാട്ടിൽ ഒരു 1-2 ഗ്ലാസ് വെള്ളം അധികം കുടിക്കുക. ശ്രദ്ധിക്കുക, നിങ്ങൾ ഒരുപാട് വെള്ളം നിങ്ങൾ ഇൻടേക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് യൂറിൻ അധികം പോകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ശരീരത്തിലെ മിനറൽസും അളവ് കുറയാൻ സാധ്യതയുണ്ട്. സോ ഭക്ഷണ രീതിയിൽ ഈ കാര്യങ്ങൾ ഒന്ന് മോണിറ്റർ ചെയ്ത് കൊണ്ടുപോകുക. ഇങ്ങനെ നിങ്ങൾ ഒരു 15 മുതൽ 20 ദിവസം ഇത്തരത്തിലുള്ള മോണിറ്റർ ചെയ്ത് ഒരു സിസ്റ്റമാറ്റിക് രീതിയിൽ നിങ്ങളുടെ ഫുഡിനെയും നിങ്ങളുടെ വർക്കൗട്ടുകളുടെയും നിങ്ങളുടെ ജീവിതശൈലിയെയും ചിട്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഫിസിക്കൽ പാസ്സാകാൻ സാധിക്കും, ഉറപ്പായിട്ടും. അപ്പം മെറിറ്റ് ഇവിടെ ഒരു ഘടകമല്ല. നിങ്ങളുടെ ജീവിത ശൈലിയെ ഈ ഫിസിക്കലിനായിട്ട് മോഡിഫൈ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾക്ക് ഈ വിജയത്തിലോട്ട് പോകാനുള്ള ഏക പോംവഴി. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും വിജയം ആശംസിക്കുന്നു. ഒപ്പം തന്നെ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ പുതിയ കമൻറ്റുകൾ ഇതിന് താഴെ രേഖപ്പെടുത്തുക. നിങ്ങൾ ആവശ്യപ്പെടുന്ന വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും.
എല്ലാവർക്കും വിജയം ആശംസിക്കും. എല്ലാ കുട്ടികളും നല്ല രീതിയിൽ ഫിസിക്കലിന് തയ്യാറെടുക്കുക. നല്ലൊരു ഇൻസ്ട്രക്ടറുടെ നിർദ്ദേശങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ എല്ലാവരും നല്ലതായിട്ട് പ്രാക്ടീസ് ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ജയ് ഹിന്ദ്.